ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു സീനാസമ്മ റെസിപ്പീസ്. ഈ വീഡിയോയിൽ നമ്മൾ അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. പുതിയൊരു റെസിപ്പി ഒന്നല്ല, നമ്മൾ പണ്ടോട്ടേ ട്രൈ ചെയ്ത് വരുന്ന മാമാമാരൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അരി കുതിർത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 1 കപ്പ് ഉണങ്ങലരി എടുത്തിട്ടുണ്ട്, അതായത് തവിട് കളയാത്ത അരി. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതും കൂടെ കൂട്ടി നമുക്ക് കുതിർത്ത് വെക്കാം. പിന്നെ ഇത് ഡയറക്റ്റ് നെല്ല് കുത്തിയെടുത്തിട്ടുള്ള അരി ആയതുകൊണ്ട് തന്നെ ഇതിൽ നെല്ലൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതിൽ നമ്മൾ നെല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഇത് നല്ലതുപോലെ കഴുകി കുതിർത്ത് വെക്കാം. 4 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്ത് വെക്കണം, അപ്പോഴാണ് നമുക്കിത് നല്ലതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റുക. നമ്മളിതിവിടെ ഓവർനൈറ്റ് കുതിർത്ത് വെക്കുന്നുണ്ട്. ഏകദേശം 12 മണിക്കൂറൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടാവും. തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി നമ്മൾ പിറ്റേന്നെടുത്ത് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പുട്ടുപൊടീൻ്റെ പാകത്തിലാണ് തരിച്ചെടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 500 ഗ്രാം പൊടിൻ്റെ അടുത്തുണ്ടാവും. അതിലേക്ക് നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കണം. 400 ഗ്രാം ശർക്കര പാനി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എള്ള്, കരിഞ്ജീരകം, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, കുറച്ച് ഏലക്കായ, അതേപോലെ 1 കപ്പ് മൈദയും എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ തരിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ചെറിയുള്ളി, അതും തേങ്ങാക്കൊത്തും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ മാവ് റെഡിയാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം തന്നെ ശർക്കരപ്പാനിയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കണം. നല്ല ചൂടുള്ള ശർക്കരപ്പാനിയാണ്, അത് ചൂടോടുകൂടി തന്നെ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കട്ടയൊന്നുമില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. നമ്മൾ അത്യാവശ്യം നല്ല മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ല ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ടൈമിന് ശേഷം ഇത് നല്ലോണം തിക്കായിട്ട് വരും. ഇപ്പം നമ്മൾ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ ഇതിവിടെ അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് കുറച്ച് സമയത്തിന് ശേഷം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു 3 മണിക്കൂറൊക്കെ ആയതിനു ശേഷം ഇത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. റോസ്റ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ എടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഇതൊന്ന് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. കളറൊന്ന് മാറി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അത് രണ്ടും കൂടെ നന്നായിട്ടൊന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഉള്ളി ജസ്റ്റ് ഒന്ന് വഴന്നു വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓപ്ഷണലാണ്. നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലും ആണ്. ഇപ്പോൾ നമ്മളിവിടെ 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എള്ളും കരിഞ്ജീരകവും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിലെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നല്ല ജീരകവും ഏലക്കായും കൂടെ കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഏലക്കായ നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചിട്ട് വരാം.
4 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മാവ് നേരത്തേക്കാളും ഇപ്പോൾ നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ജീരകം ഭയങ്കരമായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല. പഞ്ചസാരയും ഏലക്കായും നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ടൈമിൽ തന്നെ നമ്മൾ 1 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുള്ള മൈദയാണ്. തരിച്ചെടുത്തിട്ടുള്ള മൈദയാണെന്നുണ്ടെങ്കിൽ കട്ടയില്ലാണ്ട് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യുന്നതിന് പകരം കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഉള്ളി എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ടൈമിൽ ഭയങ്കരമായിട്ട് ടൈറ്റായി പോയ പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് മാവിൻ്റെ കറക്റ്റ് പാകം. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ 2 മണിക്കൂറിന് ശേഷം പൊരിച്ചെടുക്കാൻ പോവാണ്. നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. അടിഭാഗം നല്ലതുപോലെ വെന്തതിന് ശേഷം അത് പൊങ്ങി വരും. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കേണ്ടൊന്നും ആവശ്യമില്ല. നല്ലോണം പൊങ്ങി വന്നതിന് ശേഷം എണ്ണ മേലേക്കാക്കി നല്ലപോലെ പൊള്ളിച്ചെടുക്കുക. അതിനുശേഷം മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇതിൽ കണ്ടില്ലേ, നമ്മൾ എണ്ണ ആക്കുന്നതിനനുസരിച്ച് അത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നല്ലോണം എണ്ണയിലേക്കാക്കി എല്ലാ ഭാഗവും ഒരേപോലെ മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കണം. ഈ നെയ്യപ്പത്തിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്, അതേപോലെ പുറമെ നല്ല ക്രിസ്പിയുമാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് നമ്മളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഇതേപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കുറച്ചായി വീഡിയോസ് ഒന്നും ഇടാണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.
ഇപ്പോൾ നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.